നമസ്കാരം. ഡൽഹിയിലെ കലാപം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രതാപ് ജിയുടെ രാജിയോടെ അവസാനിച്ചു എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഉണ്ടായ ആ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ സമരം ഉണ്ടായതും ആ സമരത്തിൻ്റെ ഫലമായി വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതുമൊക്കെ. സമരം ഒരു വിജയം തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടതായി വരും. പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ല. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ലീഡറായ അഭിഷേക് ദീപ് കെ വിദേശത്ത് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു? ആരാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ച ആ വലിയ ആസൂത്രണം നടത്തിയ നേതാവ്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വളരെ വ്യക്തമാണ്. അത് മീഡിയ പോലും പറയാതിരിക്കുകയാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഈ സമരം, അതായത് തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ അഭിഷേക് ദീപ് കെ ഡൽഹിയിൽ വരുന്ന ദിവസം തന്നെ വലിയൊരു വാർത്തയാക്കിയിരുന്നു. ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ അഭിഷേകിനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഒരു സാധാരണ ആൾ വന്ന് ഇറങ്ങിപ്പോണ മാതിരി അത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വാർത്തയായി അത് മാറിയിരുന്നു. അന്നൊക്കെ തന്നെ ഈ വാർത്തയിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും അന്ന് മുതൽ, അത് കഴിഞ്ഞ് ജൂലൈ 6 അവർ സമരം തുടങ്ങുമ്പോൾ, അത് കഴിഞ്ഞ് അപ്പോഴൊന്നും വലിയ ആരും ശ്രദ്ധിക്കുന്നില്ല. ഈ സമരം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ, അതായത് പാർലമെൻറ്റ് മാർച്ചിലേക്ക് പോകുമ്പോഴാണ് ഇത് ഒരു സംഭവമായിട്ട് മാറുന്നതും അതിനോട് അനുബന്ധിച്ച് കോൺഗ്രസും സത്യാഗ്രഹത്തിൽ അതിൻ്റെ ഒപ്പം പങ്കെടുക്കുകയല്ല, അവരും പ്രധാനമന്ത്രിയെ ഉപരോധിക്കാനൊക്കെ പോയപ്പോഴാണ് ഈ സമരം ഒരു വലിയ സംഭവമായിട്ട് മാറുന്നതും. പിന്നെ ഈ വളരെ സെക്യൂരിറ്റി അലർട്ടുള്ള പ്രദേശമായ പാർലമെൻറ്റിൻ്റെ പരിസരത്തേക്ക് മാർച്ച് നടത്തുമ്പോൾ അത് ആരായാലും തന്നെ അതിന് വളരെയധികം വില കൊടുക്കേണ്ടി വരും. അവർ ചെയ്യുന്ന എന്തെങ്കിലും അത്തിച്ചാർജായാലും അല്ല വെടിവെപ്പായാലും അതൊക്കെ സഹിക്കേണ്ടി വരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. എന്നൊക്കെ ആയാലും ഈ കോൺഗ്രസും കൂടി ആ സെയിം ടൈമിൽ പാരലായിട്ട് ഇതൊക്കെ ചെയ്തു വന്നപ്പോഴാണ് ഇതൊരു ന്യൂസായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ CJP എന്ന കോക്രോച്ച് പാർട്ടി എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി? ഇത് തന്നെയാണ് ഇപ്പോഴത്തെയും ചോദ്യം. സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു, അതോടൊപ്പം സമരം തന്നെ ഇനി ഇല്ലാതായി. സത്യത്തിൽ ഈ CJPയെ ഇറക്കുന്നവർക്ക് ഈ സമരം നിൽക്കരുത്, അതായത് വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കലും രാജിവെക്കുമെന്ന ഒരു സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കാരണം BJP അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകണം. 2027 വരുന്ന 7 സംസ്ഥാന നിയമസഭാ ഇലക്ഷനുകളിൽ ഒരു കളി കളിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു തുരുപ്പിച്ചിട്ടായിരുന്നു ഈ നീറ്റ് പരീക്ഷ പറഞ്ഞുകൊണ്ടുള്ള ഈ സമരം. നീറ്റ് പരീക്ഷ അതിനൊരു ഹെഡേ ഉള്ളൂ, അതൊന്നും ഒരു വിഷയമല്ല സത്യത്തിൽ. കാരണം നീറ്റ് പരീക്ഷ മെയ് 3 നടന്നു. മെയ് 12 ചോദ്യ പേപ്പർ പുറത്തായത് അത് തള്ളിക്കളഞ്ഞു, പുതിയ പരീക്ഷ വെച്ചു, അതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴാണ് സമരം പ്രഖ്യാപിക്കുന്നത്. കാരണം സമരം എവിടെയെങ്കിലും തുടങ്ങണം, അതിനൊരു വിഷയം വേണം. ആ വിഷയത്തെ ദരിദ്രമായിട്ടിരിക്കാൻ ഒരു വിഷയം വേണ്ടേ? സാധാരണ കോൺഗ്രസ്സൊക്കെ ഭരിക്കുമ്പോൾ ബോഫേഴ്സ് കട്ടകഥ, അല്ലെങ്കിൽ കുംഭകോണ കഥ, അല്ലെങ്കിൽ നമ്മുടെ മുരശ്ശേരി മാരൻ ആ ടീമുണ്ടല്ലോ, അവരൊക്കെ വലിയ കുംഭകോണങ്ങൾ, 2G സ്പെക്ട്ര, അങ്ങനെ ഒരുപാട് കുംഭകോണ കഥകൾ പറഞ്ഞുകൊണ്ട് ആർക്കും എപ്പോഴും സമരം ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ
അത്തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു സമരം തുടങ്ങാൻ ഒരു സബ്ജക്റ്റ് ഇല്ല. അപ്പോൾ ഒരു സബ്ജക്റ്റ് വേണ്ടേ? ഈ CJP കൊണ്ട് ഒരു ശക്തമായ സമരം ഇറക്കുക. അപ്പോൾ അവർക്ക് അവസാനം കിട്ടിയ ആകെയുള്ള ഒരു ശബ്ദമാണ് ഈ നീറ്റ് പരീക്ഷ. വേറെ ഒന്നും അവരുടെ കയ്യിലില്ല. എത്ര തപ്പിത്തരയാണ് ഈ CJPയെ കൊണ്ട് ഈ സമരത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിയ സമരം എന്നാൽ നീറ്റ് പരീക്ഷ അതും ശരിക്കേ പറയുകയാണെങ്കിൽ BJPയുടെ ആ പ്രചരണ വിഭാഗത്തിൻ്റെ പാളിച്ചുകൊണ്ട് എന്നറിയില്ല. ഇവിടെ 2000 മുതൽ തന്നെ UPA സർക്കാർ ഭരിക്കുമ്പോൾ ഒരുപാട് ഈ നീറ്റ് പരീക്ഷ തന്നെ ചോദ്യപേപ്പർ പുറത്തായി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എയിംസ് PG പരീക്ഷ പുറത്തായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. CBSE പരീക്ഷകൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. IAS IPS പരീക്ഷകളിൽ ചോദ്യപേപ്പർ പുറത്തുപോയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തുപോയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു പരീക്ഷ ഇതേമാതിരി അന്നൊക്കെ ഈ ഇതിൽ പരീക്ഷ എഴുതുന്ന പരീക്ഷാർത്ഥികൾ മാനസികമായിട്ട് ചിലർക്ക് വളരെ വീക്കായിരിക്കും. അവർ വളരെ അധ്വാനിച്ച പരീക്ഷ എഴുതി ആ പരീക്ഷ തള്ളിപ്പോകുമ്പോൾ ചിലർക്ക് സഹിക്കാൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യാനൊക്കെ പോകും. എന്നാലും ഈ ആത്മഹത്യകളൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഈ വിഷയം എടുക്കാൻ ഒരു CJPയോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സോ ആരും തന്നെ രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ സമയത്ത്, അതായത് 2027 ഇലക്ഷൻ ലാക്കാക്കിക്കൊണ്ട് അവിടെ വിജയം നേടണമെന്നുള്ള ആ ഉറച്ച തീരുമാനത്തിൻ്റെ ഫലമായിട്ട് ഒരു സമരം ഇവിടെ വേണമെന്ന് പ്ലാൻ ചെയ്യുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കി ഇവിടെ അവതരിപ്പിക്കുന്നു. ഇത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് കമ്മി നേതാക്കൾക്കറിയാം, പക്ഷേ അണികൾക്ക് ആർക്കും ഇത് അറിയില്ല. അതാണ് അതിൻ്റെ സങ്കടകരമായ അവസ്ഥ. ഈ CJP എന്ന് പറയുന്ന ഈ അഭിഷേക് ദീപ് കെ എന്ന് പറയുന്ന ഈ വ്യക്തി സത്യത്തിൽ AAPയുടെ പണ്ടത്തെ അവരുടെ ഈ മാധ്യമ ഡിജിറ്റൽ ഇതിൻ്റെ പ്രവർത്തകനും അതിന് വേണ്ട പലതരം കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു AAP പ്രവർത്തകനാണ് അഭിഷേക് ദീപ് കെ. അതേമാതിരി മറ്റുള്ളവരൊക്കെ അതിൻ്റെ പഴയ ചിത്രങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞാൽ കിട്ടും, AAP ആയിട്ടുള്ള ഇവരുടെ ഇടപാടുകളും കാര്യങ്ങളും. അപ്പോൾ AAPയുടെ ഒരു പ്രൊഡക്ഷനാണ് ഈ CJP എന്നുള്ളത് സത്യത്തിൽ കോൺഗ്രസ്സിനൊക്കെ അറിയാം. അവർ മുണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ഉണ്ടായിരിക്കാം, അപ്പോൾ പിന്നെ ഈ സമരം AAPക്ക് തന്നെ ചെയ്യാമായിരുന്നില്ലേ? എന്തിനാ CJP എന്ന പാർട്ടിയൊക്കെ ഉണ്ടാക്കാൻ പോയത്? AAP പ്രവർത്തകരാണ് ഇവരെ എങ്കിൽ അത് AAPയുടെ പേരിൽ തന്നെ അവർക്ക് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ലേ? സത്യത്തിൽ AAPയുടെ മാർക്കറ്റ് ഇപ്പോൾ വളരെ മോശമാണ്. കാരണം അവർ മൊത്തത്തിലെ വീക്കാണ്. പഞ്ചാബിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന അവർ 0 ആണ്. കാരണം അവിടെ ആകെ പോയി കിടക്കുകയാണ്. അപ്പോൾ AAPയുടെ ലേബലിൽ ഇപ്പോൾ ഒരു സമരം നടത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാവുമെന്ന് അരവിന്ദ് കെജ്രിവാളിന് നന്നായിട്ട് അറിയാം, AAPക്ക് അറിയാം. AAPയിലെ ഒരു വലിയ വിഭാഗം MP BJP പോയി ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ AAP സംഭവം ഇല്ല. അപ്പോൾ AAP ലേബിൾ വീണ്ടും ഉപയോഗിച്ചാൽ ഇത് കത്തി ഇങ്ങനെ ഇതേമാതിരി അങ്ങോട്ട് ശോഭിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ CJP രംഗത്ത് വരുന്നത്. പക്ഷേ അവർ വളരെയധികം പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കുള്ള ഈ ഇപ്പോൾ ജന്തർ മന്ദിറിൽ അവർ വളരെ വലിയൊരു 5 സ്റ്റാർ സമരം എന്ന് പറയുന്ന മാതിരിയുള്ള സെറ്റപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇന്നേ വരെ കേരളത്തിൽ ഇതിനെക്കാട്ടിയും വലിയ സങ്കടകരമായ ദരിദ്രമായ സമരമുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എത്രയോ ദിവസങ്ങളായിട്ട് ആശാ വർക്കർമാരുടെ സമരം കണ്ടു, നേഴ്സുമാരുടെ സമരം കണ്ടു, PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം കണ്ടു. അങ്ങനെ എത്ര സമരങ്ങൾ ഈ കേരള മുറ്റത്ത് നടക്കുമ്പോൾ ആ സമരത്തിലൊരു അഭിപ്രായം പറയാൻ പോകാത്ത ഈ സിനിമാക്കാർ ആലോചിക്കണം. എന്തിനു പറയുന്നു, ഈ രഞ്ജിനി ഹരിദാസ് അതിൽ ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തതായിട്ട് നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ വേണമെങ്കിൽ വേറൊരുത്തൻ്റെ ഒപ്പം മയക്കുമരുന്ന് അടിച്ചിട്ട് ഡാൻസ് കളിക്കുന്നത് ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു അവതാരക പോയി അവിടെ എത്തുന്നു. എവിടെ? ഡൽഹിയിലെത്തുന്നത് ആലോചിക്കണം. അതേമാതിരി ആ പൊട്ടൻ പാട്ട് പാടി നടക്കുന്ന ആ പൊട്ടൻ ഡൽഹിയിലെത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഓർഗനൈസ് ചെയ്തത്
അതായത് ജനശ്രദ്ധ പിടിച്ചു സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരെ എന്തോ എനിക്കറിയില്ല. OG സുനിൽ എന്താ അവിടെ കൊണ്ടുവരാൻ എനിക്കറിയില്ല. കാരണം രഞ്ജിനി ഹരിദാസൊക്കെ വന്ന സ്ഥിതിക്ക് സുനിൽ അവിടെ എത്തേണ്ടതാണ്, അതവിടെ എത്തിച്ചിട്ടില്ല. അപ്പോൾ ഇത് വളരെ വെൽ പ്ലാൻഡ്. എനിക്ക് തോന്നുന്നു ഫുട്ബോൾ കളിക്ക് അദ്ദേഹം അമേരിക്കയിലാണ് തോന്നുന്നുണ്ട്. അതോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇവരേനൊക്കെ അവിടെ എത്തിക്കുന്നു. ഇതിനൊക്കെ പൈസ ചിലവുണ്ട്, ഒരു സംശയവും വേണ്ട. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയി ചോദ്യം ചെയ്യുമ്പോൾ ആ കഥകൾ പുറത്തു വരും ദിനങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഈ ഇത്തരം ആൾക്കാരെ മുഴുവൻ എത്തിക്കുന്നു, ജനശ്രദ്ധ നേടുന്നു. അങ്ങനെ എന്തിനു പറയുന്നു, നിസാരമായി വെച്ചതോ അല്ലെങ്കിൽ നിസാരമായി അഭിനയിച്ചതോ ആയിരിക്കാം കേന്ദ്ര ഗവൺമെൻറ്. കാരണം ഒരുപാട് മാളത്തിലിരിക്കുന്ന പല ഭൂതങ്ങളെയും പുറത്ത് ചാടിക്കാൻ പറ്റി. ആ ഭൂതങ്ങളെ ഒക്കെ ഇപ്പോൾ വീഡിയോ പിടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇനി അന്വേഷിക്കും. വളരെ ബുദ്ധിപരമായിട്ട് നമുക്ക് കുറച്ച്, മുഴുവനൊന്നും ഇപ്പോഴും പുറത്ത് ചാടിയുണ്ടാവില്ല, അതൊക്കെ കയ്യിൽ കിട്ടി. നമുക്കിപ്പോൾ എന്താണ്, വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച വേറെ വിദ്യാഭ്യാസ മന്ത്രി, അല്ലാതെ ഒന്നും ഇവിടെ നടക്കാൻ പോകില്ല. അപ്പോൾ 27 വരുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ്, അതായത് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന് ഈ പ്രാവശ്യം കൂടിയും കിട്ടിയില്ലെങ്കിൽ അയാൾ ഇനി ഇല്ല, കഴിഞ്ഞു പണി. പഞ്ചാബിൽ കിട്ടിയത് നിലനിർത്താൻ AAPക്ക് പറ്റുന്ന കേജ്രിവാളിന് തന്നെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ എവിടെയാണ്, മണിപ്പൂരിൽ ഇലക്ഷൻ വരുന്നുണ്ട്, ഹിമാചൽ പ്രദേശിൽ ഇലക്ഷൻ വരുന്നുണ്ട്, ഗോവയിൽ വരുന്നുണ്ട്, UP, പഞ്ചാബ്, ഇവിടെയൊക്കെ വരുന്ന ഇതിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഈ CJP എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങി എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാവരും അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കോളൂ. അതിനുള്ള ഫണ്ട് ഇറക്കി കൊടുത്ത് നമ്മൾ പരസ്യമായി കേട്ടതാണ്. ഖാലിസ്ഥാൻ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ ഫണ്ട് ഇറക്കിയത്. പഞ്ചാബിലെ ഇലക്ഷനും അത് നടന്നതും അന്വേഷണമൊക്കെ ഇവിടെ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേ ടീം തന്നെയാണ് ഇവിടെയും ഫണ്ട് ഇറക്കിയത്. അവിടെ AC ടെൻറ്റുകൾ വരെ ജന്തർ മന്ദറിൽ പണിതിട്ടുണ്ട്. 5 സ്റ്റാർ ഫെസിലിറ്റി, അതായത് 5 സ്റ്റാർ ഫുഡാണ് അവിടെ മുഴുവൻ വന്നിരിക്കുന്നത്. ഈ ഫുഡ് മുഴുവൻ ഓർഡറുകൾ കൊടുത്തിരിക്കുന്നത് സൊമാറ്റോയ്ക്കും സ്വിഗ്ഗിക്കൊക്കെ കൊടുത്തിരിക്കുന്നത് ഫോറിനിൽ നിന്നാണ്. അപ്പോൾ അവിടെ പോയവർക്കൊന്നും യാതൊരു കിടക്കാനോ ഭക്ഷണത്തിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തിനു പറയുന്നു, ക്ലീനിങ്, ഡ്രസ്സ് എന്തും അവിടെ റെഡിയാണ്. ഇനി ചിലവർ വളരെ ദുർലഭ ആൾക്കാർ ഒരു തമാശയ്ക്കും അവിടെ പോയവരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നീറ്റ് പരീക്ഷ പല പ്രാവശ്യവും, അതായത് BJP വരുന്നതിന് മുന്നേ പല പ്രാവശ്യവും ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായിട്ടുണ്ട്. അന്നും വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരുപാട് സമയത്ത് പല പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ പുറത്ത് ആയിട്ട് അത് കച്ചവടം നടത്തിയിട്ട് ഇവിടെ ഭരണകൂടങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഒരു സബ്ജക്റ്റ് ഇല്ല. ആ സബ്ജക്റ്റ് നീറ്റ് പരീക്ഷ എടുത്തു എന്ന് മാത്രം. അത് നന്നായേ ഉള്ളൂ. കാരണം നമുക്ക് ഒരുപാട് മാളത്തിലിരിക്കുന്നവരെ പുറത്ത് ചാടിച്ച് സർക്കാരിന് കാണാൻ പറ്റി. ഇനി ഇത് അന്വേഷിക്കുകയേ വേണ്ടൂ. അന്വേഷിക്കാൻ വളരെ അധികം സഹായം ചെയ്തു കൊടുത്തു. ഇനി ഇത് AAP ചൂടാവാൻ കാരണം ഇത് AAP ആണ് CJPയുടെ പിന്നിലെന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഈ CJPയുടെ സമരത്തിൽ അല്ലെങ്കിൽ CJP ആയിട്ട് ആദ്യം തന്നെ കോൺഗ്രസ്സിന് ഒക്കെ യോജിക്കായിരുന്നു. CPM അവർ ചെയ്തില്ല. കാരണം പണ്ട് AAP ആയിട്ട് യോജിച്ചപ്പോൾ ഡൽഹി പോയി കിട്ടി, പഞ്ചാബും പോയി കിട്ടി. അപ്പോൾ ഇനി CJP അത് വേണ്ടെന്ന് അവർ മുന്നേ കൂട്ടി വേറെ ഒഴിഞ്ഞു നിൽക്കുക തന്നെ ചെയ്തത്. പക്ഷേ ഈ കോൺഗ്രസ് ആ സെയിം ഡേ അവിടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയല്ലോ. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രസ്താവന ഇറക്കി, ഈ കോൺഗ്രസ് ഈ സമരം പൊളിക്കും. അതിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഇറക്കി വിട്ടിരിക്കുന്നത് ഈ സമരം പൊളിക്കാൻ വേണ്ടിയിട്ടൊരു പ്രസ്താവന നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. ഈ CJP എന്ന് പറഞ്ഞാൽ AAP ആണ്. ആ AAP എങ്ങനെയെങ്കിലും പഞ്ചാബ് നിലനിർത്തണം എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തതും. അത് ഒരു പരിധിവരെ അവർ സമരം വിജയിച്ചു. പക്ഷേ അവർ വിചാരിച്ച, അതായത് അവർക്ക് സമരം തീരാതെ ഈ 2020 കർഷക സമരം അങ്ങനെ ഉണ്ടായിരുന്നത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. അതേമാതിരി നീട്ടിക്കൊണ്ടുപോകണം. കാരണം
BJP സർക്കാർ ഒരിക്കലും ഈ മന്ത്രി രാജിവെക്കില്ല എന്ന് തന്നെയാണ് അവരുടെ കാൽക്കുലേഷൻ. പക്ഷെ അത് BJP ആണ് പൊളിച്ചു കൊടുത്തു, മന്ത്രിയെ രാജിയെ വെച്ചു. അവർക്ക് സമരം പിൻവലിക്കാതെ പറ്റില്ല, സമരം പിൻവലിച്ചു. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് സമരം തുടങ്ങുക? ഒരു വിഷയം വേണ്ടേ? കട്ട കേസ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു തെളിവും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് പറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ ഏശില്ല. കാരണം നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ഇമേജ് എന്ന് പറയുന്നത് യാതൊരുവിധ കോണ കേസുകൾ, അതായത് 10-20 കൊല്ലം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി, ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞ് 13ാമത്തെ കൊല്ലം പ്രധാനമന്ത്രിയായി ഭരണം നടത്തിയപ്പോഴും ഒരു രൂപയുടെ അഴിമതി കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറയാൻ പോലുള്ള ധൈര്യം പോലും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൻ്റെ അവസ്ഥ. പല നമ്മുടെ ബ്രിട്ടാസൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് അമിത് ഷാജിയും നരേന്ദ്രമോദിയൊക്കെ കയറി വരുമ്പോൾ പെട്ടെന്ന് നിശബ്ദമാകും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴൊക്കെ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ കൂക്കുപിളിയോ കഥ. അപ്പോൾ അത്രയും അവർ പോലും റെസ്പെക്റ്റ് ചെയ്യുന്ന നേതാക്കളാണ് ഇവരെ എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ 7 MP-മാരും BJP ചേർന്ന് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു പ്രതിഷേധം AAPക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് പാർലമെൻറ്റിൽ. അപ്പോൾ ഇനി AAP എന്ന ലേബിൽ ഇനി CJP ആയിട്ട് അരവിന്ദ് കെജ്രിവാൾ മാറുമോ ഇലക്ഷൻ ടൈമിലേക്ക് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം.